ഗൈസ് നമ്മളെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇതിൽ എന്താണ് അണ്ടാർട്ടിക്കൽ പോലും എനിക്ക് ശ്വാസം കിട്ടും, പക്ഷെ ഇവിടെ എനിക്ക് ശ്വാസം കിട്ടാറില്ല. എന്താണ് എന്താണ് ഉദ്ദേശിക്കണം? ബക്കറ്റിൽ തല വെക്കണം. ഹലോ ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലവ് ഫാമിലി വ്ലോഗ്. സോ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് തന്നതിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മളുടെ കുട്ടപ്പിന്റെ ആനിവേഴ്സറി. യെസ്, നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ 27th വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. സോ അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷനും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസും അവർക്കുണ്ട്. അതാണ് നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു എന്തോന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ യെസ്, നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇവിടെ കുറച്ച് കുഞ്ഞ് ഡെക്കറേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് അച്ഛനും ആ സർപ്രൈസാണ്. എന്താണിത് ഈ റൂമിൻ്റെ അകത്തുണ്ടെന്ന് അവർക്കറിയില്ല. സോ നമുക്ക് അമ്മയും അച്ഛനെയും കണ്ണ് പൊത്തിച്ചുകൊണ്ട് നമുക്കിവിടെ വന്ന് അവർക്ക് ഈ ഡെക്കറേഷൻ കാണിച്ചു കൊടുക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞ് ഡെക്കറേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വലിയ രീതിയിലൊന്നും നമ്മൾ ഗ്രാൻഡായിട്ട് ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ആദ്യമേ ഞാൻ പറയും. ഓക്കെ, സോ യെസ്, അപ്പോൾ നമുക്ക് അവരുടെ റിയാക്ഷൻ അറിയും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളും കൂടെ പറയുക നമ്മളുടെ ഈ ഒരു ഡെക്കറേഷൻ എങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് അമ്മയും അച്ഛനെയും കണ്ണ് പൊത്തിച്ച് നമുക്ക് കൊണ്ടുവരാം. അച്ഛൻ കുട്ടപ്പനെ റെഡി ആയിട്ടുണ്ട്, ഫുള്ളൻ സെറ്റിനെ റെഡി ആയിട്ടുണ്ട്. ഭീമസിനോളൊക്കെ മാത്രം വെച്ചിട്ട് നിൽക്കണം. അടിപൊളി കേട്ടോ. ഞാൻ നമ്മളെ വീഡിയോയിൽ ഒരു ഗസ്റ്റിനെ കാണിച്ചു തരാം. കുടുംബിക്കെ കെട്ടിയിരിക്കണുണ്ടോ? അടിപൊളി. നോക്കിയേ, ഹായ് പറഞ്ഞേ എല്ലാവർക്കും. ഹായ് പറഞ്ഞേ. ഓക്കെ, ഇനി അമ്മയെ കാണിച്ചു തരാം. ഒരു റിയാക്ഷൻ ഇല്ലാതെ അമ്മ പോണം കേട്ടോ. ഓക്കെ, കണ്ണട ഈ അമ്മ വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ടാണ്. സുന്ദരിക്കുട്ടി നോക്കിക്കാൻ. സുന്ദരിക്കുട്ടി എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു. എല്ലാവർക്കും ഹായ് പറഞ്ഞേ. എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ടോ? പൊട്ടൊക്കെ തൊട്ട് അടിപൊളിയല്ലേ? നമുക്ക് കേക്ക് മുറിക്കാൻ പോവാം. കേക്ക് മുറിച്ചേ. കേക്ക് മുറിക്കും. കേക്ക് മുറിയാച്ചാ നമ്മൾ മുറിക്കേ. എന്തായാലും നിങ്ങൾക്ക് രണ്ടൊരു പ്രാങ്കായല്ലേ? സത്യം പറഞ്ഞ അമ്മ ഒരിട്ടുണ്ട് അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും അമ്മ പ്രാങ്ക് ചെയ്യാൻ പറ്റൂലെന്ന് തോന്നുന്നു. ഇതിന്റെ മീനെ ക്രീം എല്ലാവരും മേടിക്കും കേക്ക്. അപ്പൊ അതാണ് പ്രാങ്ക് എന്ന് പറയുന്നത്. സംഭവമില്ലേ ഇത് കണ്ട? ഇതിന്റെ അകത്ത് നമ്മൾ സംഭവം തന്നെ കേക്കിന്റെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്. കേക്കിന്റെ ബോക്സ് ഇല്ലേ, മറ്റേ പാത്രം വെച്ചിട്ട് ക്രീം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇത് ആദ്യം മുറിക്കുക. സംഭവം എനിക്ക് ഒരു റിയാക്ഷൻ അടിപൊളിയായിട്ട് കിട്ടിയല്ല. അച്ഛൻ പറയല്ലേ ഈ കേക്ക് ഭയങ്കര കട്ട് ചെയ്യുന്ന. എങ്ങനെയുണ്ട് ഇത്? ഗൈസ്, നമ്മൾ ഇപ്പുറത്തുണ്ടല്ലോ അച്ഛൻ്റെ അമ്മേനെ കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്മേടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി, വെഡിങ് ഫോട്ടോ. അമ്മേടെ അച്ഛൻ്റെ വെഡിങ് ഫോട്ടോ ഞാൻ ഒരു ദിവസം പിന്നെ കാണിച്ചാലോ. ഓക്കെ, നെക്സ്റ്റ് കലാപരിപാടി എന്ന് പറയുന്നത് ഇതെന്താണെന്ന് പറ. ഇന്നലെ ഒരു ഊഹിച്ചെന്ന് പറയാൻ പറ്റും. ബക്കറ്റാണെന്ന് വെച്ചാൽ ഇത് എന്താണ് ഉദ്ദേശിക്കണം? ബക്കറ്റിൽ തല വെക്കണം. അല്ല ചുമ്മാ കളഞ്ഞിരിക്കണം. അമ്മയെ ടെൻഷൻ എടുപ്പിക്കില്ലേ? പറ അച്ഛന് ബുദ്ധി അമ്മേനെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ കണ്ടിട്ട് തോറ്റ. എന്നിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട്
അയ്യോ നല്ല ബുദ്ധി. അത് എത്ര ഇതിൽ എന്താണ് പരിപാടി? നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോണം വല്ലതും അറിയാമോ? തോറ്റല്ല സില്ലടി അല്ല, അതൊന്നുമല്ല. ഓക്കെ, ഞാൻ സംഭവം പറഞ്ഞത് നമ്മളുടെ ഹാൻഡ് ഇംപ്രഷൻ എന്ന് കേട്ടാണല്ലേ, നമ്മളെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുക്കിയാൽ നമുക്ക് കൈ കിട്ടും. തണുപ്പ് കിട്ടാനാ? തണുപ്പല്ല, സ്റ്റാച്ചു പോലെ നമുക്ക് കിട്ടും. നമ്മളെ കൈ പ്രതിമ എന്തെന്നു പറയാ, സ്റ്റാച്ചു പോലെ നമ്മളെ കൈ കിട്ടും. നിങ്ങൾക്ക് രണ്ടുപേരും കൈ ഇങ്ങനെ 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 രണ്ടുപേരും ഒരുമിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ. അത് ഇങ്ങനെയാണ്, ഇങ്ങനെയല്ലേ? ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. അപ്പൊ തനി ആ ഷേപ്പാവും. ആ ഷേപ്പായ ശേഷം പതുക്കെ വിടണം. വലിച്ചെടുക്കുക, എല്ലാം പൊട്ടിപ്പോവും. പതുക്കെ ലൂസായി വിട്ട ശേഷം വേറൊരു പൗഡർ ഉണ്ട്. ആ പൗഡർ ഒഴിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആ കൈ നിങ്ങൾക്ക് കിട്ടും സ്റ്റാച്ചു ആയിട്ട്. അടിപൊളിയല്ലേ? ഇതാണ് നമ്മളപ്പം അമ്മയുടെ അച്ഛന്റെ ഹാൻഡ് ഇംപ്രഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ പ്രൊസീജിയേഴ്സ് കാണിച്ചു കൊടുക്കേണ്ടത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇതിന്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. പേടിക്കണ്ട, കൈ മുഴണ കാര്യങ്ങളൊന്നും ഭയങ്കര സെന്റിയായി. എനിക്കൊരു ഫ്ലോപ്പ് ആവുമെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര കട്ടിയായി. അമ്മ അച്ഛനും കൈ വയ്ക്കണം പോലെ തന്നെ ഇത് കട്ടിയായി പോയി. വെള്ളം കുറവായതുകൊണ്ട് അല്ല, നമുക്ക് സംഭവം ഇല്ലേ മണ്ടി അങ്ങനെയൊന്നുമല്ല. സംഭവം പെട്ടെന്ന് ആണതാണ്. ഇത് ചെയ്ത ഉടനെ തന്നെ വെക്കണമായിരുന്നു. 5-6 മിനിറ്റ് അത് ഇത് മുക്കിയ ശേഷം 5-6 മിനിറ്റ് നമുക്ക് ഭാഗ്യം ഉണ്ടായാലും നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചെയ്യാല്ലേ. ഇപ്പോഴല്ല, വേറെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ സോ ഗൈസ്, നമുക്ക് ഭാഗ്യം ഉണ്ടാന്ന് നോക്കാം. അമ്മയുടെ അച്ഛൻ്റെ കൈ കിട്ടും. നമുക്ക് ഒഴിക്കാമേ. അവരൊക്കെ കുഴിയൊക്കെ വന്നേക്കണൊക്കെ ഭയങ്കര വലിയ കുഴി. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്താ പൊന്നെ കഴിഞ്ഞ വന്നല്ല. ഇതൊന്ന് മതി മതി അച്ഛൻ, ഒരുപാട് തട്ടുണ്ട്. അത്ര മതി. സോ ഇനി ഇത് ഏകദേശം എത്ര മണിക്കൂർ ഇരിക്കണം? 2 to 3 മണിക്കൂറെങ്കിലും ഇരിക്കണം. സോ നമുക്കിത് ഫൈനൽ ലുക്ക് കിട്ടിയാലേ നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ, അപ്പം ആ റെഡി ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഗെയിമിലോട്ട് പോകും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ട്രഷർ ഹണ്ട് ആണ്. ട്രഷർ ഹണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കുറച്ച് ബുദ്ധി വേണം. പിന്നെ ഇത് അച്ഛനോട് നല്ലൊരു എക്സസൈസ് ആണ്. കാരണം അച്ഛൻ മടിയാനാണ്. അച്ഛൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എനിക്കില്ല. അത് മാത്രല്ല, വീടിനെ പറ്റി പഠിക്കാൻ. വീടിനെ പറ്റി അച്ഛൻ ഇത്ര വർഷത്തിൽ അച്ഛൻ ഇതൊരു വീട് പോലും കണ്ടിട്ടില്ല കേസ്. അതാണ് അച്ഛൻ കഥന വന്നെങ്കിൽ ഇരിക്കും, പിന്നെ അച്ഛൻ കിടന്നുറങ്ങേണ്ടി വരും. ഇതാണ് അച്ഛൻ്റെ. അപ്പൊ അച്ഛൻ ഇതിലൂടെ വീട് എവിടെയൊക്കെ ഏതൊക്കെ റൂം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടി പറ്റും. ഒന്ന് എക്സസൈസും ആണ്. സോ ട്രഷർ ഹണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മളിവിടെ 6 ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 6 ക്ലൂവിലും ഗിഫ്റ്റ്സ് ഉണ്ട്. സോ ഇവര് ഗിഫ്റ്റ്സ് കണ്ടുപിടിക്കണം. ആ ക്ലൂ വായിച്ചിട്ട് അവരിപ്പോ ഗിഫ്റ്റ്സ് റൈറ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, ഇതാണ് ക്ലൂ, അല്ല ഇതാണ് ഗെയിം. അപ്പൊ ആദ്യത്തെ ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്ലൂ. ആദ്യത്തെ ക്ലൂ ആയി അച്ഛനും കൂടെ കൂടി രണ്ടുപേരും ഒരുമിച്ച് വേണം ഇത് ചെയ്യാൻ. അതന്നെ, അമ്മ കുറച്ച് ആക്രാന്തം കൂടുതലാണ് ഗെയ്സ്. അച്ഛനാണെങ്കിൽ കണ്ണാടി. അതായത് ഉറക്ക വായിക്കച്ചാ മാള് വായിച്ചെടുക്കുന്ന അച്ഛന് കുറച്ച് മലയാളം നിൽക്കണം. ബിക്കോസ് അച്ഛൻ ഇസ് തമിഴ്. അന്റാർട്ടിക്കയിൽ പോലും എനിക്ക് ശ്വാസം കിട്ടും. പക്ഷേ ഇവിടെ എനിക്ക് ശ്വാസം പോലും കിട്ടാറില്ല. അതായത് അന്റാർട്ടിക്കയിൽ പോലും എനിക്ക് ശ്വാസം കിട്ടും, പക്ഷെ ഇവിടെ എനിക്ക് ശ്വാസം കിട്ടാറില്ല. എന്താണ് ഉത്തരത്തിലാണ് അടുത്ത സാധനം ഉള്ളത്. ഇവിടെ ഇങ്ങനെ നിക്കാൻ പാടില്ല. കണ്ടുപിടിച്ചിട്ട് പോണം. അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്ക എന്തിനാണ്? ആലോചിക്ക്. എന്നാ പിന്നെ അത് നിർത്ത്. പോലും കിട്ടാറില്ല. ശ്വാസം കിട്ടൂലേ? അല്ല അച്ഛാ, അന്റാർട്ടിക്ക എന്തിനാണ്? അത് ആലോചിക്ക്. അന്റാർട്ടിക്ക എന്താണ് മെയിൻ? അന്റാർട്ടിക്കയിൽ എന്താണ് മെയിൻ
എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതായിരിക്കും ഫ്രിഡ്ജിന്റെ വാ വാ ചെന്ന് നാളെ നിർത്തില്ല വാ അമ്മ ലൈറ്റ് full ഓടുന്നു കേട്ടോ. എല്ലാത്തിനും ലൈറ്റ് ഇടുക Guys, പിന്നെ നമ്മൾ ഫ്രിഡ്ജ് നോക്കരുത്, അതാണ് തരും. നേരെ ഫ്രിഡ്ജ് നോക്കണം. ലൈറ്റ് ഇടുക എല്ലായിടത്തും Guys, അച്ഛൻ അപ്പൊ ലൈറ്റ് ഇടുക എല്ലായിടത്തും നിക്ക് നിക്ക്. കേക്കുണ്ട്. കേക്കൊന്നുമല്ല, കേക്കല്ല കേക്കല്ല. ശ്വാസം കിട്ടണം. മണ്ടി ക്ലൂ എന്ന് പറഞ്ഞു. ക്ലൂവും കാണാൻ ചിലപ്പോ ഗിഫ്റ്റ് നേരത്തെ പേപ്പർ പോലത്തെ ഒരു പേപ്പർ പേപ്പർ ആയിരിക്കും. ക്ലൂവും കാണാം, ക്ലൂ ആണ്, ഗിഫ്റ്റ് അല്ല അത്. നേരത്തെ പോലത്തെ നേരത്തെ പോലെ ഒരു പേപ്പർ പേപ്പർ ആയിരിക്കും. അങ്ങനെ ആ. അത് കാര്യം പറ. കേക്ക് ഇല്ല അച്ഛാ നേരത്തെ പോലത്തെ ഒരു പേപ്പറാണ് നേരത്തെ പോലെ ഒരു കിട്ടിയത് പേപ്പറാണ്. നേരത്തെ പോലെ ഒരു പേപ്പറാണ്. പേപ്പറാണ്. ആ പേപ്പർ എവിടെയും നോക്ക്, നേരെ അവിടെ നോക്കിയാ കിട്ട്. അച്ഛൻ തെരഞ്ഞോണ്ടിരിക്കുന്നു, തെരഞ്ഞു പോകും. അത്രയും കഷ്ടപ്പെടാൻ അച്ഛൻ അത്രയും കഷ്ടപ്പെടണ്ട. മൂക്കിന്റെ തുമ്പത്ത് തന്നെ ഉണ്ട് ആ കണ്ണിൻ തുമ്പത്ത് തന്നെ ഉണ്ട് അച്ഛാ. ഫ്രിഡ്ജിന്റെ അകത്ത് തന്നെ അമ്മ പറഞ്ഞേ. ഫ്രിഡ്ജിന്റെ അകത്ത് തന്നെ അമ്മ പറഞ്ഞു, കണ്ണിൻ തുമ്പത്ത് തന്നെ ഉണ്ട്. അമ്മ കള്ളി ഇവിടെ നിന്നൊക്കെ സ്പീഡ് ഓടി തരും ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്. അച്ഛാ ഇനി അടുത്ത വെക്കൂ. അങ്ങോട്ട് ഇനി അടുത്ത. അല്ല ഇനി പോണം അങ്ങ് പോണ്ട ഇവിടെ ആ നിൽക്കാം ഇനി ഇവിടെ ഇത് അടുത്ത. എല്ലാ ലൈറ്റ് ഇടും മറ്റേ ഇങ്ങോട്ട് ഇത് ആദ്യം പറയണേ ഇതൊരു പേപ്പറാണെന്ന്. ആ, അത് ഞാൻ പറയില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അതന്നെ വായി വായി. അടുത്ത ക്ലൂ ആണ്. വാതിലുണ്ട്. ആ എനിക്ക് 3 വാതിലുണ്ട്. എന്നിൽ കൂടാതെ എന്നിൽ കൂടെ നോക്കിയാൽ ഗണേശനെ കാണാം. എനിക്ക് 3 വാതിലുണ്ട്, എന്നിൽ കൂടെ നോക്കിയാൽ ഗണേശനെ കാണാം. ഏത് സ്ഥലം? അമ്മയ്ക്ക് വളരെ സിമ്പിൾ ആണ് ഇത്. അച്ഛാ ആലോചിക്കേ. എവിടെ പോയില്ലേ? ചെന്നാലും ഗിഫ്റ്റ് വെക്കോ? അതാണ് വീട്ടിന്റെ ആകും അല്ലെങ്കിൽ വീട്ടിന്റെ പുറം എന്താണോ. ഒന്നുകൂടെ വായിക്കാം, ആലോചിക്ക്. എന്നിൽ കൂടെ കണ്ട ഗണേശനെ കാണാം. ഗണേശനെ എടാ ആദ്യം പൊട്ട സെന്റൻസ് പറ എനിക്ക് 3 വാതിലുണ്ട്. അതെന്നാ അമ്മയുടെ മനസ്സിലാണ് 3 വാതിലിരിക്കണം അത് 3 വാതിൽ തുറ കണ്ണ്. അയ്യോ നമിച്ച്. എനിക്ക് 3 വാതിലുണ്ട്, എന്നിൽ കൂടെ നോക്കിയാൽ ഗണേശനെ കാണാം. ഒരു ഗിഫ്റ്റ് നോക്കണമെന്നാണ് പറഞ്ഞത്. ചുമ്മാ ഒരു ആൻസർ പറ. കളി ഗിഫ്റ്റ് ചുമ്മാ തിരക്കണം. അച്ഛൻ പറ അച്ഛ. അവിടെ അല്ല അവിടെ ഒന്നുമല്ല, കണ്ടുപിടി. അല്ല ആദ്യം ആൻസർ പറ. വളരെ സിമ്പിൾ ആണിത്, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എങ്ങനെയാണ് കണ്ണാടി അമ്മക്ക് ഇപ്പൊ ഇവിടെ ഗണേശനെ കാണാൻ വേണ്ടി പറ്റോ? അച്ഛൻ ഇവിടെ ഗണേശൻ ഈ കണ്ണാടി നോക്കി അച്ഛൻ ഗണേശനെ കാണാൻ പറ്റോ? അപ്പൊ ഏത് റൂമിലാണ് ഗണേശൻ കാണാൻ വേണ്ടി പറ്റുന്നത്? ഇല്ല ഈ വീട്ടിൽ തന്നെ ഉള്ള സ്ഥലമാണ് വീട്ടിലുള്ള ഗണേശന്റെ പടമാണ്. ആ ഗണേശൻ നമുക്ക് കണ്ണാടി കൂടെ നോക്കിയാലും കാണാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മളെ മുഖം നോക്കിയാൽ പോലും ഗണേശനെ കാണാൻ പറ്റും. ആരും ശ്രദ്ധിച്ചാണല്ലോ. ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ അമ്മ ഈ ഡയലോഗ് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് അവിടെ വെച്ചത്. ഷോക്കേഴ്സ്. എന്താ പിന്നെ ഷോക്കേസിൽ നോക്ക്. ഷോക്കേസിൽ എവിടെയാണ് ഗണേശനെ കാണാൻ വേണ്ടി പറ്റുന്നത്? നമ്മളെ മുഖവും കാണാം ഗണേശനെയും ഗണേശനെയും കാണാം, കാണാം. ഒരുമിച്ച് കാണാം. അങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഗണേശനെയും കാണാൻ പറ്റും, നമ്മളെ മുഖവും കാണാൻ പറ്റും. അലമാര ഗണേശൻ ഏതൊക്കെ റൂമിലുണ്ടെന്ന് ആ മാത്രം. അങ്ങനെ അവിടെ അച്ഛവാ അലമാര അലമാര. എവിടെ ഗണേശനെ ഏതിലും കൂടെ കാണാൻ പറ്റും? ഇവിടെ എവിടെ ഗണേശനോട്? ജോലിയാണ്. ആ ഗണേശനെ കാണാൻ വേണ്ടി പറ്റിയതുണ്ടോ? ആ എനിക്ക് 3 വാതിലുണ്ട്. 3 വാതിൽ. ഗിഫ്റ്റ് ആണ് ഇനിയുള്ളത്. ഇനി ഗിഫ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അച്ഛൻ കണ്ടുപിടിക്കും. വാ അച്ഛനെ എല്ലാവർക്കും സ്ഥലം മാറ്റി വിടുക. അച്ഛൻ കണ്ടുപിടിക്കട്ടെ. എനിക്ക് 3 വാതിലുണ്ട്, അതാണ് ക്ലൂ. വളരെ സിമ്പിൾ ആണ്. അയ്യോ വെരി 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 ബാഡ് പപ്പിഷേ. അലമാര തന്നെ ഉണ്ട്. ആ അലമാരിലാണോ ഉള്ളത്? You are missing one place. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു പ്ലേസ് മാത്രം വിട്ടിരിക്കുന്നു. അച്ഛന് പറ്റും, അച്ഛൻ ഇതിൽ ജയിക്കും. അമ്മ തപ്പിയതല്ലാത്ത ഏത് സ്ഥലം ഉണ്ടെന്ന് പറ. ഒരു വാതിലും കൂടെ ഉണ്ടെന്ന് അച്ഛൻ ഒരു വാതിലും കൂടെ ഉണ്ട്. അമ്മയുടെ കണ്ടുപിടിച്ച എടുത്തോ എടുത്തോ എടുത്തോ. അത് അച്ഛൻ എടുക്കുന്നത്. അച്ഛൻ
ഇവിടെ എടുത്ത് മുകളിലേക്ക് ഇവിടെ മോളിൽ വെച്ചോ. നല്ലതാണ് cover ഇല്ല ഇല്ല മോളിൽ വെച്ചോ. വെച്ച പൊട്ടിക്കല്ലേ. ഇത് ഇനി ഗസ്സിംഗ് ടൈമാണ്. പൊട്ടി അമ്മ ഇവിടെ സഹായിച്ചിട്ടില്ല. ഓക്കെ തിരിച്ചേക്ക്. ഗൈസ് നമ്മളെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഇത്. ഓക്കെ ഇതിൽ എന്താണ് ഉള്ളതെന്ന് ഗസ് രണ്ടുപേരും കൂടെ തുറന്നു അല്ല ഇതിൽ എന്താണ് ഉള്ളതെന്ന് ആദ്യം ഒരു ഗസ്. 3 ചാൻസേ ഉള്ളൂ. ഇതിന്റെ അകത്ത് എന്ത് ഗിഫ്റ്റ് ആണ് ഉള്ളത്? 3 ചാൻസ്. തൊട്ട് നോക്കാൻ പാടില്ല. തൊട്ട് നോക്കാൻ പറ്റി മനസ്സിലാവും. 3 ചാൻസ്. ഫസ്റ്റ് ആൻസർ പറ. 3 chance ആ. ആ ഗസ് ചെയ്ത് പറ. ഗസ് തൊട്ട് നോക്കാൻ അമ്മ ചെരുപ്പ് വീട്. അപ്പൊ ഒരെണ്ണം കഴിഞ്ഞ അടുത്ത രണ്ടാമത്തത് അച്ഛൻ പറ. എടുത്ത അച്ഛനെ ചിലപ്പോ മനസ്സിലായവര് എടുത്തോണ്ട് പെട്ടെന്ന് പറ അച്ഛാ. അച്ഛനും അമ്മയ്ക്ക് ഇത് കൂടുതൽ കഴിയൂല. ഇത് കൂടുതൽ കഴിയില്ല. അച്ഛനും ഒരു സാധനം വേണം, അമ്മയ്ക്കും സാധനം വേണം. അച്ഛൻ എപ്പോഴും രാത്രി വന്നു പറയണതാണ്. റിമോട്ട് ടി വി. അടുത്ത റിമോട്ട് ഇത്ര വലിയ ഭാരമുള്ള റിമോട്ട്. തുണിയാണ്. ഓക്കെ കഴിഞ്ഞ ഇനി തൊട്ട് നോക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് ഇനി തുറന്നു നോക്ക്. ഇനി തുറന്നു നോക്ക്. രണ്ടുപേരും തുറന്നു നോക്ക്. അണ്ടരല്ല നിങ്ങൾ കണ്ടവർക്ക് ഇഷ്ടപ്പെടും. ഇതല്ല ഇത് തുറന്നു നോക്ക്. ഇത് തുറന്നു ചക്ക. വരിക്ക ചക്ക സംഭവം ഗൈസ്. എന്റെ അമ്മയ്ക്കും അച്ഛനും ചക്ക എന്ന് പറഞ്ഞ ജീവനാണ്. വരിക്ക ചക്ക. അമ്മ അച്ഛന് ചക്കക്കുരു ഇഷ്ടമാണ്. എപ്പോഴും ഇവിടെ നിന്നിട്ട് ചക്കക്കുരു ഇടയില്ലേ ചക്കക്കുരു ഇടയില്ലേ ചോദിക്കാം. അതുകൊണ്ട് ചക്ക. അമ്മ എപ്പോഴും പറഞ്ഞിരിക്കും ചക്ക വേണം പറഞ്ഞിരിക്കും. അതുകൊണ്ട് ചക്ക വെച്ച എങ്ങനെയുണ്ട്? സൂപ്പർ. സർപ്രൈസ് ആയ അമ്മയുടെ ചിരി ആ സന്തോഷം. 32 കൊല്ലം കേട്ടുള്ള സന്തോഷം. വരിക്ക ചക്ക നല്ല മണം. പക്ഷെ ഇപ്പൊ മുറിക്കാൻ പറ്റൂല. അമ്മ വായിച്ചിട്ട് വെറുതെ കേട്ടോ. നാളെ ചിലപ്പോ മുറിച്ചെന്നാവും. ഓക്കെ ഇനി അടുത്ത ക്ലൂ ആണേ. അടുത്ത ക്ലൂ അച്ഛാ കമോൺ. അച്ഛൻ നോക്കിയാണ്. അമ്മ അച്ഛനും കൂടെ കാണിച്ചു കൊടുക്കും. അതാ കളിക്ക്. അച്ഛൻ മലയാളം അറിഞ്ഞെടുത്തോണ്ടോ കേസ്. പിന്നെ ഉരുണ്ടിരിക്കും, നീണ്ടിരിക്കും. ഉരുണ്ടിരിക്കും നീണ്ടിരിക്കും ഞാൻ പുറത്ത് നിന്ന് വരും. ഞാൻ മുൻവശത്താണ് താമസിക്കുന്നത്. ഉരുണ്ടിരിക്കും നീണ്ടിരിക്കും ഞാൻ പുറത്തു നിന്ന് വരും. ഞാൻ മുൻവശത്താണ് താമസിക്കുന്നത്. വളരെ സിമ്പിൾ. അല്ല ഉരുണ്ടിരിക്കും നീണ്ടിരിക്കും. കഥ ഉരുണ്ടല്ലോ ഇരിക്കണം. ഉരുണ്ടിരിക്കും ഉരുണ്ടെന്തിരിക്കും നീണ്ടിരിക്കും. ഞാൻ മുൻവശത്താണ് താമസിക്കുന്നത്. പുറത്തു നിന്നും വരും. ഉരുണ്ടിരിക്കും നീണ്ടിരിക്കും. ഉരുണ്ടിരിക്കുന്ന ഒരു സാധനം, നീണ്ടിരിക്കും വേറെ സാധനം. രണ്ട് വേറെ സാധനമാണ്. റോസാപ്പൂ അല്ല. പുറത്തു നിന്ന് അല്ല. റോസാപ്പൂവിൽ എങ്ങനെ ഗിഫ്റ്റ് വെക്കും? ഒരു ഗിഫ്റ്റ് ഉള്ള സാധനമാണ്. ഗിഫ്റ്റ് വെച്ചിരിക്കണതാണ്. ഓക്കെ ചെരുപ്പിടുന്ന സ്ഥലം. ചെടിച്ചട്ടി. എന്നാലും നോക്കാം. പിന്നെ വാ ചെടിച്ചട്ടി എല്ലാം നോക്ക്. അല്ല ചുമ്മാ മുൻവശത്താണ് താമസിക്കുന്നത്. എന്തായിരിക്കും? മുൻവശത്താണല്ലോ. അപ്പൊ പിന്നെ അവിടെ വാ. മുൻവശത്ത് എന്ന് പറയുമ്പോ വളരെ സിമ്പിൾ ക്യൂ. അമ്മയ്ക്ക് ഭയങ്കര തോര ഈ ഗിഫ്റ്റ് നോക്കി തുടങ്ങി. ഇതാണ് നമ്മളെ മുൻവശം ഗൈസ്. അപ്പൊ ഈ മുൻവശത്ത് എവിടെയാണ് ഉള്ളത്? അതല്ല അവിടെ അല്ല. ഉരുണ്ടിരിക്കുന്നിരിക്കും. രണ്ട് സാധനങ്ങൾ. ഒന്ന് ഉരുണ്ടിരിക്കുന്നത് നിങ്ങൾ എന്റെ അന്വേഷിക്കും. തൂണല്ല, രണ്ട് സാധനമാണ്. രണ്ട് സാധനം ചിലപ്പോ നമ്മള് ജീവിതത്തിൽ അല്ല എപ്പോഴും ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. രണ്ട് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ അമ്മയാണ് നമ്മള് ഒരെണ്ണം കഴിക്കാനും ഒരെണ്ണം വേറെ ആ കഴിക്കുന്ന സാധനം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് മറ്റേ നീണ്ടിരിക്കുന്ന സാധനം. ഉരുണ്ടിരിക്കുന്ന സാധനം ആണ് നമ്മൾ ഈ ദോശയും പിന്നെ ഇഡലിയായിട്ട് കഴിച്ചത്. അമ്മ ഏതാണ് ചൂട് പക്ഷെ അവിടെയല്ല ഏകദേശം ചെടിച്ചട്ടിയുടെ അകത്ത് മണ്ണിന്റെ അകത്ത് കുഴി തോണ്ടി വെച്ചേക്കണം. അമ്മ ചൂടാണ്. അമ്മ ചൂടാണ്. അമ്മ അടുത്തെത്തി. ഏകദേശം കിട്ടി. തേങ്ങ എവിടെയാണുള്ളത്? അപ്പൊ ഞാൻ അച്ഛൻ തേങ്ങയും വിറകുമാണ്. തേങ്ങയും വിറകുവിനെയാണ് നമ്മൾ
യെസ് എന്ന് പറഞ്ഞേ. അവിടെ ലൈറ്റ് ഇല്ലാതെ കാണത്തില്ല. നമ്മൾ ഈ റൂമിൻ്റെ അകത്താണ് തേങ്ങയും വിറകും നമ്മൾ വയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഈസി ആയിരിക്കും അവർക്ക്. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് തട്ടാം. ഈ റൂമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അമ്മ നമുക്ക് അവിടെ പോയി കാണാം. ഉറപ്പിച്ച അച്ഛൻ ഉറപ്പിച്ച അല്ലെങ്കിൽ നമ്മളപ്പോ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരി, നോക്കിക്കോ. ഫോട്ടോ ഈ ഫോട്ടോ എവിടെയും കണ്ടിട്ടുണ്ടോ? അതായത് അമ്മ എത്രയോ വർഷങ്ങളായിട്ട് പറയണതാണ്. ഇന്ന് കാണിച്ചു കൊടുത്ത അമ്മമാർക്ക്. അതെ, അമ്മ കാണട്ടെ കേട്ടോ, അമ്മ കാണട്ടെ. അമ്മ പുഞ്ചിരി വേണം കാണാൻ. അമ്മയുടെ സന്തോഷം ഇത് കിട്ടുമ്പോ. അച്ഛൻ്റെ എന്താ? അച്ഛൻ്റെ സന്തോഷമായിരിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട് പറഞ്ഞെന്നറിയുമോ, കലണ്ടർ. അതായത് ഇതൊരു കലണ്ടറാണ്. ഈ കലണ്ടർ വെച്ചോളി കൃഷ്ണന്റെ ഫോട്ടോ ഫ്രെയിം ആക്കണമെന്ന്. എത്ര വർഷം അമ്മ? കുറെ വർഷം, ഏകദേശം 20 വർഷമൊക്കെയോ. ഇപ്പോഴാണ് അത് സാധ്യമായത്. അപ്പൊ ഇത് നല്ല ഗിഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? എന്തൊക്കെ ഇഷ്ടപ്പെട്ടാ? പക്ഷെ ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും? അടുത്ത ക്ലൂ എവിടെ? ഇതിന്റെ വെച്ച് കാണിച്ചിടും. ലൈറ്റ് എടുക്കുന്ന മറ്റേ ലൈറ്റും കൂടെ അപ്പം കാണാം. ചുറ്റി ലോകം മൊത്തം ചുറ്റി പുത്തനായി ചുറ്റി ലോകം മൊത്തം ചുറ്റി എന്നാലേ പുത്തനായി പുറത്തു പോകാൻ പറ്റൂ. നമുക്ക് പുത്തനായി പുറത്തു പോകാൻ പറ്റണമെങ്കിൽ എന്ത് ഇതാണ് വേണ്ടത്? പക്ഷെ ലോകം മൊത്തം ചുറ്റും കിടന്നു. ഇങ്ങനെ ചുറ്റി നിൽക്കും. ചുറ്റിയാൽ മാത്രമേ അത് എന്നാലേ നമുക്ക് പുത്തനായി ഡ്രസ് അല്ല പുത്തനായി പോകാൻ പറ്റുള്ളൂ. അത് ശരിയാണ് കേട്ടാ. നീ ക്ലോക്ക് ചുറ്റി ലോകം മൊത്തം ചുറ്റുകയും ചെയ്യും. അത് ഇട്ടുകൊണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റും. തന്നെ ക്ലോക്ക് അല്ല മറ്റേ വാച്ച്. പക്ഷെ അതല്ല. അതൊരു നല്ല ആൻസർ. പക്ഷെ ക്ലോക്ക് അല്ല. വളരെ സിമ്പിൾ ആണ്. പുത്തനായി പോണത്. പുത്തൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറ്റും? പുത്തൻ എന്ന് പറഞ്ഞ വാക്ക് ന്യൂ. ഉടുപ്പ് പുത്തനായി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉടുപ്പ് പുത്തനായി കിട്ടണമെങ്കിൽ എന്ത് ഉപയോഗം? ചുറ്റുവരെ എന്തിട്ടാ? വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീനാണ് അടുത്ത ഗിഫ്റ്റ്. അമ്മക്ക് ഗിഫ്റ്റ് അച്ഛൻ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ എന്തിന്? ഇനി ഇത് അവിടെ കൊണ്ടുപോയി. അപ്പൊ എന്തായാലും എന്റെ അച്ഛൻ നടന്നെത്തുള്ളൂ. ഇത് എന്താണെന്ന് ഗസ് ചെയ്യും. രണ്ടുപേരും ഗസ് ചെയ്യണം. ആദ്യം അച്ഛനും കൊടുത്ത് എന്നിട്ട് ഷർട്ട്. അച്ഛൻ എന്താ പറയണം? അച്ഛൻ തൊട്ട് ഷർട്ടാ. ഒന്ന് നോക്ക്. നീ ഇവിടെ നിൽക്കടാ. നീ വിളിച്ചു വിളിക്കുന്നു. ഷർട്ട് മാത്രമല്ല കിങ്ങിണി ഗിഫ്റ്റ് ആണ്. കിങ്ങിണിയുടെ ഗിഫ്റ്റ് ആണ്. അച്ഛന് കൈ മുണ്ടും കൂടെ. കിങ്ങിണിക്ക് ഇനി കടിച്ചു കളിക്കേ. ഇതില്ലേ അന്ന് അച്ഛന് സത്യം പറഞ്ഞാൽ ക്രീം കളറാണ് ചേർന്നത്. ഈ ലൈറ്റ് കളേഴ്സ് ആണ് ചേർന്നത്. പക്ഷെ അന്ന് നമ്മൾ ലൈറ്റ് കളേഴ്സ് എടുത്തോണ്ട് വന്നപ്പോ അച്ഛൻ പറഞ്ഞ് എനിക്ക് ഡാർക്ക് മതിയെന്ന്. അതുകൊണ്ട് നമ്മൾ എന്നാ ഡാർക്ക് ബ്ലൂ എടുത്തതാണ്. കൊള്ളാമോ അച്ഛാ? പിന്നെ കിങ്ങിണിയുടെ ഗിഫ്റ്റ്. കിങ്ങിണിയുടെ കൈ. അമ്മയ്ക്ക് അത് അമ്മയുടെ ഗിഫ്റ്റ് അല്ലാത്തോട്ട് അമ്മയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് നോക്കി. ഇനി അടുത്ത ഇനി 2 ഗിഫ്റ്റും കൂടെ ഇവിടെ. 2 ഗിഫ്റ്റും കൂടെ. ഞാൻ വലുതാണ്. ഞാൻ പല നിറങ്ങളിലും ഉണ്ട്. സൂക്ഷിപ്പുകാരനാണ്. ഞാൻ വലുതാണ്. ഞാൻ പല നിറങ്ങളിലും ഉണ്ട്. ഞാൻ സൂക്ഷിപ്പുകാരനാണ്. ഈ വീട്ടില് പല നിറങ്ങളിലുള്ള സാധനം എന്താണ്? ഞാൻ സൂക്ഷിപ്പുകാരനാണ്. നമ്മളെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച്. ഞാൻ വലുതാണ്. പിന്നെന്തോ നമുക്ക് സൂക്ഷിപ്പുകാരനാണ്. നമ്മളെ ചില സാധനങ്ങളൊക്കെ നമ്മൾ അതിന്റെ അകത്തേക്ക്. പക്ഷെ പല നിറങ്ങളിലും ഉണ്ട്. അല്ല പല നിറങ്ങളിലും ഉണ്ട്. കിച്ചണിൽ ഏകദേശം പറഞ്ഞൊക്കെ കുറെ സാധനങ്ങളാണ്.
പാത്രമല്ല. അല്ല അല്ല അല്ല. അല്ല അടുക്കളയിലുള്ള സാധനം തന്നെ. അടുത്തായി പാത്രത്തിന്റെ ഒക്കെ അടുത്ത് തന്നെ. പാത്രം സ്റ്റാൻഡ്. അല്ല വേറെ. പാത്രത്തിന്റെ ഒരു പല ഗണത്തിലാണ്. നിറങ്ങളിലുണ്ട്. അല്ല പല നിറങ്ങളിലുണ്ട്. പാത്രം, പ്ലേറ്റ്, പാത്രത്തിന്റെ ഒരു അനിയനായിട്ടൊക്കെ വരും. കപ്പ്. ചുമ്മാ ഒരു ചേട്ടനായിട്ട്. ചേട്ടനാണ്, വലുതാണ്. അതിന്റെ ചേട്ടൻ. വലുതാണ്. ഒന്നുകൂടെ വായിച്ചണം അത്. ഞാൻ വലുതാണ്. ആ. ഞാൻ പല നിറങ്ങളിലും ഉണ്ട്. ഇതായിരിക്കണേ. പല ഞാനൊരു നിറത്തിലാണ്. സൂക്ഷിപ്പുകാരനാണ്. തെർമോക്കോളാ. തെർമോക്കോളല്ല. തെർമോക്കോൾ വൈറ്റ് അല്ലേ ഉള്ളൂ. ഞാൻ വലുതാണ്, നല്ല വലുതാണ്. ഈ വീട്ടിൽ വലിയ സാധനം എന്തോന്നാണ്? ഫ്രിഡ്ജല്ല. സൂക്ഷിപ്പുകാരനാണ്. ഇവിടെ അലമാര. അല്ല. കളറിലേ അടുക്കളയിലുള്ള സാധനം തന്നെ അലമാര വലുത്. നല്ലൊരു റീസൺ ആണ്. പക്ഷെ അത് അലമാരയല്ല. അടുക്കളയിൽ സ്റ്റാൻഡ്. അല്ല അല്ല. ആ സാധനം പല തരത്തിലുള്ള കളേഴ്സ്. ശരി, അതിൽ അടച്ചു വെക്കാണ്ടി പറ്റും. അത് ലാസ്റ്റ് ഭരണി. ഈ വീട്ടില് ഭരണി ഉണ്ടായിരുന്നു. ഭരണി ഉണ്ടാകും. ഈ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അമ്മേരെ ടിന്ന്. എന്ത് അത് ടിന്ന്? വലുതാണ്. അതിന്റെ ചേട്ടനായിട്ട് വരും. ടിന്നിന്റെ ചേട്ടൻ. ബക്കറ്റ്. Yes, ആ. ബക്കറ്റ്. എന്റെ പൊന്നേ. എന്റെ അച്ഛൻ നടന്നു അച്ഛന് വരുന്നത്. പതുക്കെ എഴഞ്ഞെഴിഞ്ഞേക്ക് പറഞ്ഞ അമ്മ ഓട്ടണം. അമ്മക്ക് ഗിഫ്റ്റ് അറിയാനുള്ള ഓട്ടമാണ് കേസ്. ഇനി ഇത് അമ്മ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ ചെയ്യൂല. വളരെ സിമ്പിൾ. അതെടുത്തോണ്ട് വാ. അതെടുത്തോണ്ട് ഇവിടെ തൊട്ട് നോക്കി പോയാണ്. ഇതാ നമ്മൾ അമ്മക്ക് ഭയങ്കര തൊരയാണ്. എല്ലാവർക്കും അച്ഛൻ പറ. സഞ്ചി. ചെരുപ്പ് ഞാൻ പറഞ്ഞു. രണ്ടിനും അവിടെ വയറ്. കൊള്ളാമോ? അമ്മ ഇത് രണ്ടും പ്രഷറാണ്. അതില്ല. എനിക്ക് അതും ചക്കയും. അമ്മക്ക് ചക്ക പോട്ടെ. ഇന്നലെ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ചെരുപ്പ് ഇഷ്ടപ്പെട്ട്. അമ്മ കുറെ നാളായിട്ട് ചെരുപ്പ് വേണം എന്ന് പറഞ്ഞു. കാരണം ഡെസ്റ്റിനി ആണെങ്കിൽ അമ്മയുടെ ചെരുപ്പ് മൊത്തം കടിച്ച് പിടിച്ച് എടുത്ത് കളയാം. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അത് വാങ്ങിച്ചു കൊടുത്തു. രണ്ടുപേർക്ക് ഈക്വൽ സമ്മാനങ്ങൾ കൊടുത്തേക്കണം ഗൈസ്. നമ്മൾ ഒരാളെ മാത്രം എക്സ്ട്രാ കൊടുത്തിട്ടില്ല. രണ്ടുപേർക്കും ഈക്വൽ സമ്മാനമാണ്. ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് കളർ. ഇനി ഏറ്റവും സങ്കടകരമായ കാര്യം ഫൈനൽ എന്താണ്? ഫൈനൽ ഒരു ഗിഫ്റ്റും കൂടെ ഉള്ളു. ലാസ്റ്റ് ഗിഫ്റ്റ്. അതും കൂടെ കഴിഞ്ഞ ഈ പ്രഷർ കൊണ്ട് അവസാനിക്കുന്നതാണ് ഗൈസ്. പക്ഷെ ഇത് നിങ്ങൾക്ക് രണ്ടാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അച്ഛൻ കൂടെ കയറി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാനൊരു ഖജനാവുകാരനാണ്. ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ കൂടി എന്നെ ഇനിയും വേണം. ഈ ഡയലോഗ് ചിലപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം അമ്മ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. അമ്മയ്ക്ക് ഇനിയും വേണം. അച്ഛനത് ഭയങ്കര ഈസി ആയിട്ട് പറ്റും. അച്ഛൻ ഇവിടെ ഉണ്ടായിട്ട് പോലും കൊണ്ടുവന്നത്. വരട്ടെ എന്തിനാണ്? അച്ഛൻ കസേരയുടെ എപ്പോഴും കൊണ്ടുവന്നിരിക്കണം. അല്ല, അച്ഛൻ കൊണ്ടുവന്നതാണത്. ഞാൻ ഖജനാവുകാരനാണ്. ഖജനാവുകാരൻ. കമോ തലേ അല്ല പൈസ ഇല്ല. അമ്മയ്ക്ക് ഇനിയും വേണമെന്ന് പറയുമ്പോ അച്ഛൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അച്ഛനും ഉണ്ടാവും. ആ കാര്യം നമ്മളടുത്തൊക്കെ വായിൽ വന്ന് അത് അതന്നെ പോയി പറ. എന്തിന് അച്ഛൻ നമ്മളടുത്ത് അച്ഛനെയും അമ്മയും നമ്മളടുത്ത് വഴക്കടിച്ചിട്ടൊരു കാര്യമാണ്. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് വേണമെന്ന് അച്ഛൻ ജയിക്കാൻ വേണ്ടി അച്ഛൻ മിണ്ടായിരിക്കണോ? അല്ല അതന്നെ അച്ഛൻ മിണ്ടായിരിക്കണം. അമ്മ ജയിക്കാൻ വേണ്ടി അറിഞ്ഞൂടാ. ചുമ്മാ പറയാ. പറ. അമ്മ വാശി പിടിച്ചിട്ടുണ്ട് ഈ കാര്യം. അപ്പൊ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അത് ചെയ്യും. പറ. ഇത്രയും പാടാ ഈ ഒരു കാര്യത്തിന്. ഇനി വേണമെന്ന് അച്ഛൻ കൊറേ കൊണ്ടുവന്നു. ഇവിടെ സ്ഥലം പോലും ഇല്ലെങ്കിലും കൊണ്ടുവന്നു. ഇപ്പൊ നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കട്ടിലാണ് അച്ഛൻ കൊണ്ടുവന്നത്.
അമ്മ ഇനിയും വേണം വേണമെന്ന് പറഞ്ഞോണ്ടിരുന്ന കാര്യം. അലമാര. വാ എനിക്കെന്തോ അലമാര തന്നെ അലമാര. ഈ അലമാര കേസ് ഗൈസ് അച്ഛൻ അമ്മ ഭയങ്കര മോശം. അമ്മയ്ക്ക് ഇനി അലമാര വേണമെന്ന്. അതുകൊണ്ട് അച്ഛൻ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇവിടെ സ്ഥലമില്ല അലമാര വയ്ക്കാൻ. നമുക്ക് വല്ല ഇവിടെ ഇല്ല. അമ്മയ്ക്ക് തോരാ ഇതിന്റെ അകത്താണുള്ളത്. അപ്പുറത്തെ അലമാര. ഓക്കെ ശരി. ഇതിലെവിടെയാണ് ഉള്ളത് അത് കണ്ടുപിടിക്കണം. ഇഗ്നോർ ദിസ് ബെഡ്റൂം ഗൈസ്. വൃത്തിയൊന്നും ആക്കിയിട്ടില്ല. അല്ല പോരട്ടെ. ഇത് മിക്കവാറും അച്ഛന്റെ സഹായം കൂടെ ഇല്ലാതെ പറ്റും. അച്ഛന്റെ സഹായം കൂടെ ഇല്ലാതെ ഇത് അമ്മയ്ക്ക് എടുത്തോണ്ടി പറ്റൂല. അച്ഛന്റെ സഹായം എന്തായാലും വേണം അമ്മയ്ക്ക് ചെയ്യണമെങ്കിൽ. എന്തായാലും ഗുളി കാര്യങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് വയ്ക്കും വണ്ടി. അച്ഛനും കൂടെ സഹായിച്ചു കൊടുക്കും. അച്ഛനും കൂടെ സഹായിക്കണം. വൈഫിനെ സഹായിക്കൂ. അതാണ് ഹസ്ബൻഡ് വൈഫിനെ സഹായിക്കും. കണ്ടുപിടിക്കാൻ സഹായിച്ചു കൊടുക്കും. അല്ല ഏതലമാരാണ് അലമാരൊന്നും ഞാൻ പറയില്ല. പക്ഷെ അച്ഛനെ എടുക്കാൻ വേണ്ടി പറ്റും. അല്ല അച്ഛനെ ആണ് പറ്റണത്. അമ്മയ്ക്ക് പറ്റില്ല. അല്ല അതിനകത്ത് പക്ഷെ ചൂടാണ് അമ്മ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ അടുത്തെന്നാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര അടുത്താണ്. ഇപ്പൊ അമ്മ കുറച്ച് അച്ഛനെ പറ്റുള്ളൂ. അച്ഛനാണ് ഇപ്പൊ ഭയങ്കര ചൂടായിട്ട് നിക്കണം. അച്ഛന് മാത്രമേ അത് പറ്റൂ. അച്ഛനാണ് പറ്റണത്. അമ്മയ്ക്ക് പറ്റൂല ഇത് എടുക്കാൻ. അമ്മയുടെ കളക്ഷൻ സാരി ഉണ്ട് കേട്ടാ. എന്നെ നോക്ക്. ഈ 3 അലമാര അമ്മയ്ക്കുള്ളതാണ്. അതറിയാമോ? ഇതിനകത്ത് നിറച്ച് സാരി. അകത്തല്ല പുറത്താണ്. ഈ സ്ഥലത്താണുള്ളത്. പക്ഷെ അകത്തല്ല പുറത്താണ്. അകത്തല്ല പുറത്താണ്. അകത്തല്ല അകമെന്തിനാണ്? അകത്തല്ല. പക്ഷെ അച്ഛനാണ് എടുക്കാൻ പറ്റണത്. ഇത് മോളിലാണ്. എനിക്കാരും സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് എടുക്കും. മണ്ടേ കയറി. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അമ്മ നേടിയിരിക്കാണ്. ഇനി നമുക്ക് ആ റൂമിൽ പോവാം. അപ്പോ എന്റെ കാലിൽ ചവിട്ടിക്കൊണ്ട് പോയി അവള്. ഇതെന്താ? ഫോട്ടോ. ഫൈനൽ ഗിഫ്റ്റ് ആണ് ഇത്. ഇനി കാണിച്ചെടുത്തേ. കണ്ട എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? സൂപ്പറാ. കാണിച്ചെടുത്തേ. എനിക്ക് വീഡിയോ കാണിച്ചെടുത്തേ. ഇതാണ് നമ്മളെ ഫൈനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അമ്മയുടെ അച്ഛൻ്റെ വലിയ ഫോട്ടോയും പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഫോട്ടോയും. നമ്മൾ കുറച്ചും കൂടെ വലിയ ഫോട്ടോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന നല്ല ഫോട്ടോ വലിയ രീതിയിൽ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇത്രയും കുഞ്ഞാക്കിയത്. ഓക്കെ അല്ലേ ഏട്ടാ? ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്യാം. ഓക്കെ അമ്മ? ഓക്കെ അച്ഛൻ? അതൊക്കെ എവിടെ വയ്ക്കുമെന്ന് മാത്രം എനിക്ക് അറിഞ്ഞൂടാ. അത് മാത്രം അറിഞ്ഞൂടാ അല്ലേ അമ്മ? ഇനി നമുക്ക് കേക്ക് സെക്ഷൻ. കേക്ക് കട്ട് ചെയ്യാം. 3, 2, 1 go. Happy wedding anniversary അമ്മ. Happy wedding anniversary അമ്മ അച്ഛാ. ആ ചിക്കൻ നോക്ക് കാണാൻ പറ്റുന്നില്ല തന്നെ. Happy wedding anniversary അമ്മ അച്ഛാ. ഓക്കെ ഇനി ഞാൻ ഇതിന് കൊടുക്കണ്ടേ? എനിക്ക് വേണോ? രണ്ടുപേരും കേക്ക് കഴിക്കാൻ വേണ്ടി നിൽക്കണുണ്ടോ? പിന്നെ നീ കൊടുത്തേട്ടാ? അമ്മ കഴിക്കൂലെന്ന് തോന്നുന്നു കേക്ക്. അച്ഛന് കൊടുത്തേ. അച്ഛന്
കഴിക്കട്ടെ ഞാൻ. അത്രയും മതി. ഞാൻ ശകലം ടെസ്റ്റ് ചെയ്യും. രണ്ടുപേരും എല്ലാം. ഇനി ലാസ്റ്റ് മതി മതി. നമ്മള് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒന്ന് കൊട്ടി കലാശിക്കാൻ വേണ്ടി സാധാരണ എല്ലാവരും സ്മോള് ആണ്, നമുക്ക് പക്ഷെ സ്മോള് നമ്മൾ അടിക്കാത്തതുകൊണ്ട് നമ്മൾ ആൽക്കഹോളൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം സെറ്റ് വെച്ചു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു അച്ഛനാനമ്മ. ചീയേഴ്സ് ടു അച്ഛനാനമ്മ. അമ്മ കുടിക്കൂല, അമ്മ എന്തെന്നാണോ അമ്മ ഒന്നും കുടിക്കൂല. ഫ്രഷ് പപ്പായ ജ്യൂസ്. ഫ്രഷ് പപ്പായ ജ്യൂസ്. അച്ഛൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നെ ജ്യൂസ് അടിച്ചേക്കാൻ മറന്നുപോയി. സോ എന്തായാലും വെഡിങ് ആനിവേഴ്സറി ഞാൻ അടിച്ചേക്കാൻ വിചാരിച്ചു. സോ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഫാമിലി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഓൾ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അമ്മ അച്ഛ. ബൈ ബൈ. ആൻഡ് സൈനിങ് ഓഫ് ആരതി, അഞ്ജന, അജയ് അവിടെ ഉണ്ട്. യെസ്. സോ അടുത്ത വീഡിയോ കാണുന്നത് ദിസ് ഈസ് ബൈ ബൈ. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസസ്? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസസ്? കൊള്ളായിരുന്നോ?